students. Today we are going to discuss three important aspects relating to the computation of profit or gains of business or profession. They are expenses expressly disallowed, section 40. Second is deemed profits or profits chargeable to tax, section 41. And third one is deductions allowed only on actual payment, section 43b. Okay, നമുക്ക് ആദ്യത്തെ ഭാഗം ഒന്ന് നോക്കാം. Expenses expressly disallowed, section 40. As per section 40, certain expenses which are expressly disallowed while computing taxable income, means they are not allowed while computing taxable income. Okay, they are, first one is payment outside India without deducting tax at source. Assessee ഇന്ത്യക്ക് പുറത്തായിട്ടൊരു പേയ്മെൻറ്റ് നടത്തുന്നു, എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് ഒരു പേയ്മെൻറ്റ് നടത്തുന്നു, വിദേശത്താണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അതിന്മീതെ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് ശേഷമാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. പക്ഷേ അങ്ങനെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തില്ല, TDS നടത്തിയില്ല, കട്ട് ചെയ്യാതെ പേയ്മെൻറ്റ് നടത്തുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ TDS കട്ട് ചെയ്തു, ആ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ടാക്സ് എമൗണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പെൻസ് ഡിസലൗഡ് ആണ്. ഉദാഹരണമായിട്ട് ഒരു 1 lakh rupees എന്തെങ്കിലും ഒരു സർവീസ് നമുക്ക് നൽകിയതിന്, അസസ്സിക്ക് നൽകിയതിന് അസസ്സി ഒരു 1 lakh rupees ആ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളിന് നൽകുകയാണ്. ആ 1 lakh rupees നൽകുമ്പോൾ ആ 1 lakhന് മീതെ ഒരു 20,000 rupees ടാക്സ് കട്ട് ചെയ്തിട്ട് 80,000 ആ സർവീസ് പ്രൊവൈഡ് ചെയ്ത ആളിന് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ 20,000 കട്ട് ചെയ്യുന്നതിന് പകരം 1 lakh തന്നെ കൊടുത്തു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 20,000 കട്ട് ചെയ്ത് 80,000 കൊടുത്തു, പക്ഷേ ഈ ഡിഡക്റ്റ് ചെയ്ത് 20,000 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടച്ചിട്ടില്ല. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ആ 1 lakh rupees എന്ന ആ എക്സ്പെൻസ് ഉണ്ടല്ലോ, ആ 1 lakh rupeesൻ്റെ ആ എക്സ്പെൻസ് നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല, ഡിഡക്റ്റബിൾ അല്ല, അത് ഡിസലൗഡ് ആണ്. ക്ലിയർ? ഓക്കെ. Then second is payment to residents in India without deducting tax at source. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, അത് ഇന്ത്യക്കകത്തായാലും അല്ലെങ്കിൽ ഇന്ത്യൻ റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് TDS കഴിച്ച ശേഷമായിരിക്കണം പേയ്മെൻറ്റ് നടത്തേണ്ടത്. അങ്ങനെ TDS കഴിക്കാതെ മുഴുവൻ എമൗണ്ടും കൊടുത്തു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ TDS കഴിച്ച ശേഷം പേയ്മെൻറ്റ് നടത്തുന്നു, പക്ഷേ TDS ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടച്ചിട്ടില്ല, ഈ കേസിൽ ആ മൊത്തം എക്സ്പെൻസ് ഡിസലൗഡ് ആയിട്ട് കണക്കാക്കുന്നതായിരിക്കും, നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. ഓക്കെ. വെൽത്ത് ടാക്സ്, അതേപോലെ ഇൻകം ടാക്സ്, ടാക്സ് ഓൺ പെർക്വിസിറ്റ്സ് പ്രൊവൈഡഡ് ടു എംപ്ലോയീസിന് പെർക്വിസിറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, അതിന്മീതെ ടാക്സ് നാം തന്നെ അടച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടാക്സ് ഓൺ പെർക്വിസിറ്റ്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല. Expenses on advertisement in a souvenir or newspaper or the like published by a political party. പൊളിറ്റിക്കൽ പാർട്ടികൾ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് പേപ്പറോ സുവനീറോ മറ്റ് പ്രസിദ്ധീകരണങ്ങളിലോ നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്, ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എക്സ്പെൻസ് നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. അതുപോലെ ഓൾ എക്സ്പെൻസസ് ഓഫ് പേഴ്സണൽ എക്സ്പെൻസസ് ഒന്നും തന്നെ ഡിഡക്ഷൻ കിട്ടില്ല. എക്സ്പെൻസസ് ഫോർ ചാരിറ്റി, അതേപോലെ പ്രസൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന എക്സ്പെൻസ്, ഇതൊന്നും ഡിഡക്റ്റബിൾ ഇല്ല. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഇതെല്ലാം ഡിസലൗഡ് ആണ്, ഡിഡക്ഷൻ കിട്ടാത്ത എക്സ്പെൻസസ് ആണ്. എക്സസീവ് ഓർ അൺറിയലൈസ്ഡ് എക്സ്പെൻഡിച്ചർ, അനുവദനീയമായതിനേക്കാളും കൂടുതലായിട്ട് വരുന്ന, എക്സസായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ, ഇതൊന്നും ഡിഡക്ഷൻ കിട്ടില്ല. അതേപോലെ അവസാനമായി പറയുന്നു, പേയ്മെൻറ്റ് ഓഫ് എനി എക്സ്പെൻഡിച്ചർ എക്സീഡിംഗ് ₹10,000 അതർ ദാൻ ബൈ വേ ഓഫ് ക്രോസ്ഡ് ചെക്ക് ഓർ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. അതായത് എന്തെങ്കിലും പേയ്മെൻറ്റ് 10,000 രൂപയിൽ കൂടുതലായിട്ടുള്ള പേയ്മെൻ്റ് എല്ലാം ക്രോസ്ഡ് ചെക്ക് അല്ലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയായിരിക്കണം പേയ്മെൻറ്റ് നടത്തേണ്ടത്. അല്ലാതെ ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുഴുവൻ തുകയും നമുക്ക് ഡിസലൗഡ് ആയിട്ട് കണക്കാക്കുന്നതായിരിക്കും. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് എക്സ്പെൻസസ് എക്സ്പ്രസ്ലി ഡിസലൗഡ് ആസ് പെർ സെക്ഷൻ 40. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഡീംഡ് പ്രോഫിറ്റ് ഓർ പ്രോഫിറ്റ് ചാർജബിൾ ടു ടാക്സ്,
ആസ് പെർ സെക്ഷൻ 41. സെക്ഷൻ 41-ൽ ചില ഐറ്റംസ് ബിസിനസ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിലും പ്രോഫിറ്റായിട്ട് കണക്കാക്കും, ഡീംഡ് പ്രോഫിറ്റ് എന്ന് പറയും. എന്നിട്ട് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിൽ ടാക്സബിളായി പരിഗണിക്കും. അങ്ങനെയുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിക്കവറി ഓഫ് എനി ലോസ് ഓർ എക്സ്പെൻഡിച്ചർ അലൗഡ് ആസ് ഡിഡക്ഷൻ ഇൻ എൻ ഏർലിയർ ഇയർ. മുൻപ് ഏതെങ്കിലും ഒരു വർഷം ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു നഷ്ടം നമുക്ക് ഈ പ്രീവിയസ് ഇയറിൽ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ റിക്കവർ ചെയ്ത് ആ പ്രീവിയസ് ഇയറിൽ അത് ഒരു പ്രോഫിറ്റായിട്ട് കണക്കാക്കും, ഡീംഡ് പ്രോഫിറ്റ് ആയിരിക്കും, എന്നിട്ട് ടാക്സബിൾ ആകും. ഓക്കെ. സെക്കൻഡ് വൺ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഓൺ വിച്ച് ഡിപ്രീസിയേഷൻ ഈസ് ക്ലെയിംഡ് അണ്ടർ SLM, അതായത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഒരു അസറ്റിന് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നു. അങ്ങനെ ഡിപ്രീസിയേഷൻ കണക്കാക്കിയ ആ അസറ്റ് വിൽപ്പന നടത്തി കിട്ടിയ പ്രോഫിറ്റ് പൂർണ്ണമായിട്ടും പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിൽ ടാക്സബിൾ ആയിരിക്കും. എന്നാൽ ആ അസറ്റ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലൂടെയാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണക്കാക്കിയ ആ അസറ്റ് വിൽക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് പരിഗണിക്കുക. എന്നിട്ട് ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിലാണ് ടാക്സബിൾ ആകുക. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എപ്പോഴാണ്? ഒരു അസറ്റ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയും, അല്ലെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന ആ രീതിയിൽ ഡിപ്രീസിയേഷൻ കണക്കാക്കുകയും അങ്ങനെ ഡിപ്രീസിയേഷൻ കണക്കാക്കിയ അസറ്റ് വിൽക്കുമ്പോൾ ലാഭം കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ. WDV മെത്തേഡിലാണെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിലായിരുന്നുവെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിനിലാണ് വരിക. ഓക്കെ. തേർഡ് വൺ, സെയിൽ ഓഫ് അസറ്റ് യൂസ്ഡ് ഫോർ സയന്റിഫിക് റിസർച്ച് ഓൺ വിച്ച് അസി ഹാസ് ക്ലെയിംഡ് എക്സംഷൻ. ഒരു സയന്റിഫിക് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് അസറ്റ് വാങ്ങിയ അസസി അതിന് എക്സംഷൻ ക്ലെയിം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ്. സയന്റിഫിക് റിസർച്ച് പർപ്പസിനാകുന്ന സമയത്ത് എക്സംഷൻ കിട്ടുമല്ലോ, അങ്ങനെ എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ആ അസറ്റ് അസസി വിൽക്കുന്നു. അങ്ങനെ വിൽക്കുന്ന സമയത്ത് ആ വിറ്റ് കിട്ടുന്ന പ്രൊസീഡ്സ് മുഴുവനായിട്ടും പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കുന്നതാണ്. ഫോർത്ത് വൺ, ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഇഫ് ദി ഡെറ്റ് സോ റിക്കവേർഡ് ഹാഡ് എസ്കേപ്ഡ് ഫ്രം ടാക്സ് ഏർലിയർ. മുൻപ് ടാക്സ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇൻകത്തിൽ ഉൾപ്പെടാതെ ഒഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് പിന്നീട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിക്കവർ ചെയ്തിട്ടുള്ള ആ പ്രീവിയസ് ഇയറിൽ അത് ആ വർഷത്തെ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കി ടാക്സബിൾ ആവുന്നു. ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ, റിക്കവറി ഓഫ് എമൗണ്ട് ആഫ്റ്റർ ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്ത ശേഷം അതുമായി ബന്ധപ്പെട്ട് റിക്കവർ ചെയ്യുന്ന എമൗണ്ട് എല്ലാം അതത് വർഷങ്ങളിലുള്ള അതാത് പ്രീവിയസ് ഇയറിലുള്ള റിക്കവർ ചെയ്യുന്ന ആ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കപ്പെടും. Then the sixth one is withdrawal from any special reserves maintained by a financial corporation under the provisions of Income Tax Act. Income Tax Act പ്രകാരം ആ പ്രൊവിഷൻസ് അനുസരിച്ച് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പെഷ്യൽ റിസർവ്സ് നമ്മൾ വിഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക. ആ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ള റിസർവ് അത് നമ്മൾ വിഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക അസസി. അങ്ങനെയാണ് ആ വിഡ്രോ ചെയ്തിട്ടുള്ള മുഴുവൻ എമൗണ്ടും ഡീംഡ് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കി ടാക്സബിൾ ആകും. ഓക്കെ. നമുക്ക് തേർഡ് ഭാഗത്തിലേക്ക് പോകാം. തേർഡ് ആസ്പെക്ട്, ഡിഡക്ഷൻസ് allowable only on actual payment. As per section 43B, certain expenses are allowable only on actual payment. യഥാർത്ഥത്തിൽ അവ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, പേ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കിട്ടുന്ന ചില ഡിഡക്ഷൻസ് ആണിത് സെക്ഷൻ 43B പ്രകാരം. ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന അന്നോ അതിനു മുൻപോ ആ എക്സ്പെൻസ് ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിഡക്ഷൻ കിട്ടും. ഏതൊക്കെയാണ് ആ ഐറ്റംസ്? Number 1, any sum payable by way of any tax, duty, cess or fee under any law. ഏതെങ്കിലും നിയമപ്രകാരം അടയ്ക്കേണ്ടതായ ടാക്സ്, ഡ്യൂട്ടി, സെസ്, ഫീസ് എന്നിവ
അടച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അവ യഥാർത്ഥത്തിൽ പേ ചെയ്തിട്ടുണ്ട്, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഡിഡക്ഷൻ കിട്ടും, ഡിഡക്റ്റബിൾ ഐറ്റം ആകും. Second one, any sum payable by way of bonus or commission to employee provided such bonus or commission is not by way of distribution of dividend or profit. ഇപ്പോൾ എംപ്ലോയീസിന് ബോണസ്, കമ്മീഷൻ എന്നിവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ ആ ബോണസ്, കമ്മീഷൻ ഇവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിവിഡൻഡ്, പ്രോഫിറ്റ് രൂപത്തിലാവാൻ പാടില്ല. അല്ലാത്തതായിട്ട് നൽകുന്ന ബോണസ്, കമ്മീഷൻ എന്നിവ യഥാർത്ഥത്തിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കി ഡിഡക്ഷൻ കിട്ടുന്നതാണ്. Then third one, any interest on borrowings from public financial institution as per terms and conditions of the borrowing. ഇപ്പോൾ വായ്പ എടുത്തു എന്ന് വിചാരിക്കുക, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് അതിന് മീതെ ഇൻട്രസ്റ്റ് അടയ്ക്കണമല്ലോ. ആ ഇൻട്രസ്റ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അടച്ചിട്ടുള്ള ആ ഇൻട്രസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. Fourth one, any interest on term loans taken from scheduled bank. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് ടേം ലോൺ എടുത്തു കഴിഞ്ഞാൽ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ ആണ്. Fifth one, any sum payable by the assessee in lieu of earned leave. earned leave എടുക്കുന്നതിന് പകരമായിട്ട് വല്ല സമ്മും വല്ല തുകയും എമൗണ്ടും അസസി പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ആക്ച്വലി അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. ഇത്രയാണ് പ്രധാനപ്പെട്ട ഡിഡക്ഷൻസ് which are allowable only on actual payment, that is mentioned in section 43B. ഓക്കെ, നമുക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സിലെ സ്റ്റോക്ക് വാല്യുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റോക്ക് വാല്യുവേഷൻ ഈസ് ഡൺ അക്കോർഡിംഗ് ടു ദി ജനറൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെയാണ് സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തുന്നത്. എങ്ങനെയായിരുന്നു ജനറൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം സ്റ്റോക്ക് വാല്യുവേഷൻ? എന്തായിരുന്നു പ്രിൻസിപ്പിൾ? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ കുറവ് അതാണ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയാലും ക്ലോസിംഗ് സ്റ്റോക്ക് ആയാലും ഈ റൂള് തന്നെ രണ്ട് സ്ഥലത്തും സെയിം റൂള് തന്നെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നത്. ഇത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ ടാക്സബിൾ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. അതിന് മുന്നോടിയായിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.